ദളപതി വിജയ് തന്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തോടെ ചില സുപ്രധാന തീരുമാനങ്ങളാണ് വിജയ് എടുത്തിരിക്കുന്നത്. പുതിയ സിനിമയ്ക്ക് ശേഷം താൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് വിജയ് പറയുന്നത്. തമിഴ്നാട്ടുകാർ തനിക്ക് തന്നത് മടക്കി കൊടുക്കുക മാത്രമാണ് തന്റെ ഉദ്ദേശമെന്നും വിജയ് പറഞ്ഞു. തമിഴ് വെട്രി കഴകമെന്ന് പേരിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആഴ്ചകളും മാസങ്ങളും നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് ഉടലെടുത്തത്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ് ലക്ഷ്യമിടുന്നുമുണ്ട്. തമിഴകത്തിന്റെ പ്രിയ നേതാക്കളായ MGRന്റെയും ജയലളിതയുടെയും സമാന പാതയിലൂടെ തന്നെയാണ് വിജയും തന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത്. ഇരുവരും അഭിനയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ടത്. അതേസമയം തമിഴകത്തെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളായ വിജയുടെ സിനിമാ കരിയർ എന്താകും എന്നത് ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട്. നിലവിൽ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത്. ചെന്നൈയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. വെങ്കട് പ്രഭു ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി താൻ ചെയ്യുമെന്നാണ് വിജയ് പറയുന്നത്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം JDVV എന്റർടൈൻമെന്റ്സിന്റെ ചിത്രത്തിൽ വിജയ് നായകനായേക്കും. രാജമൌലിയുടെ RRR സിനിമയൊക്കെ നിർമ്മിച്ചത് DVV എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലായിരുന്നു. DVV ധനയ്യ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വിജയ് നായകനാകുന്നു എന്ന അപ്ഡേറ്റുകൾ നേരത്തെ തന്നെ പുറത്തുവരികയും ഈ റിപ്പോർട്ട് ആരാധകരെ ആവേശത്തിലാക്കുകയും ചെയ്തിരുന്നു. തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി 69 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുമെന്നാണ് വിജയ് പ്രസ്താവനയിൽ പറയുന്നത്. പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കുമെന്നും വിജയ് വ്യക്തമാക്കി കഴിഞ്ഞു. ദ ഗോട്ട് റിലീസായിട്ടേ പുതിയ ചിത്രത്തിൽ ദളപതി വിജയ് എത്തുകയുള്ളൂവെന്ന് ട്രേഡ് അനലിസ്റ്റുകളും പറഞ്ഞിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ഫസ്റ്റ് ലുക്ക് അടക്കം വൻ ചർച്ചയായി മാറിയതിനാൽ ദളപതി വിജയ് ആരാധകർ ആവേശത്തിലാണ്. സംവിധായകൻ വെങ്കട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് 2 വേഷങ്ങളിലെത്തുമ്പോൾ വിജയെ ചെറുപ്പമാക്കിയിരുന്നത് ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. K. ചന്ദ്രവും ഏഴിലരശ് ഗുണശേഖരനുമാണ് ഗോട്ടിന്റെ തിരക്കഥ എഴുതുന്നത്. യുവാൻ ശങ്കർ രാജയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വിജയ് പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായി മാറുന്നുണ്ട്. രാഷ്ട്രീയം തനിക്ക് മറ്റൊരു തൊഴിലല്ല എന്ന് വിജയ് വ്യക്തമാക്കി കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം സ്ഥാപിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വാർത്താക്കുറിപ്പിലാണ് തന്റെ രാഷ്ട്രീയ ആഗ്രഹങ്ങളെ കുറിച്ച് വിജയ് വിശദീകരിക്കുന്നത്. രാഷ്ട്രീയം ജനസേവനമെന്ന പുണ്യകർമ്മമാണെന്ന് വിജയ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തിരുവള്ളുവരുടെ ചില ഉദ്ധരണികളും ഉപയോഗിക്കുന്നുണ്ട്. എണ്ണിത്തുണിക കർമ്മമെന്ന വള്ളുവർ വചനമാണ് വിജയ് തന്റെ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നത്. അതായത് ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക, ഇറങ്ങിയതിനു ശേഷം ഇത് വേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കാൻ ഇടവരരുത് എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നുവെന്നും വിജയ് പറയുന്നുണ്ട്. അതിനായി താൻ മനസ്സിനെ പക്വമാക്കി വരികയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയം തന്റെ ആത്മാവിന്റെ ദാഹമാണെന്ന് പറയുന്ന ദളപതി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങില്ല എന്നും വ്യക്തമാക്കി. പാർട്ടി ചിഹ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നിശ്ചയിക്കുക എന്നും വിജയ് അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ജനങ്ങളുമായി താൻ നേരിട്ട് ബന്ധപ്പെടുകയെന്നും വിജയ് പറയുന്നു. ഇതിനകം തന്നെ പാർട്ടിയുടെ അടിസ്ഥാന ഘടന നിശ്ചയിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ വരെ ഘടനാപരമായ വ്യക്തതയും വരുത്തും. നിലവിലുള്ള വിജയ് മക്കൾ ഇയക്കത്തിന്റെ ലോക്കൽ ഘടകങ്ങൾ തന്നെയാണ് പാർട്ടി ഘടകങ്ങളായി രൂപമാറ്റം നടത്തുക. ജനാധിപത്യപരമായ രീതിയിൽ മാത്രമായിരിക്കും പാർട്ടിയിലെ ഘടകങ്ങളിലേക്ക് നേതാക്കളെ കൊണ്ടുവരികയെന്നും വിജയ് വാർത്താക്കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.